ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മളിന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ബ്ലോക്ക് 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ 7ാമത്തെ യൂണിറ്റ് 7th യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. ചാപ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ്. ദുരന്ത നിവാരണത്തെയും അതിൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ്, ദുരന്ത നിവാരണവും അതിൻ്റെ റെസ്പോൺസ് ഉത്തരവാദിത്വവും. അതിൽ നമുക്ക് പ്രധാനമായും എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് റിലീഫ് അറ്റംപ്റ്റ് ടു സെക്യൂർ സർവൈവൽ. അതായത് അടിസ്ഥാനപരമായി എന്തൊക്കെ നിവാരണ പദ്ധതികളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബേസിക് റിലീഫുകൾ ഏതൊക്കെ എന്നാണ് അവിടെ പറയുന്നത്. ബേസിക് റിലീഫ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ എന്താ സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധമായിട്ടുള്ള കുടിവെള്ളവും സാനിറ്റേഷനും ഒരുക്കുക എന്നതാണ് ബേസിക് റിലീഫിലെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് സഫിഷ്യന്റ് ഫുഡ്, സഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ഭക്ഷണം നൽകുക. ബേസിക് മെഡിക്കൽ, അടിസ്ഥാനപരമായി മെഡിക്കൽ ഫെസിലിറ്റികൾ നൽകുക. ഷെൽട്ടർ ഫ്രം എക്സ്ട്രീം വെതർ കണ്ടീഷൻ, സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഷെൽട്ടർ, പാർപ്പിടം നൽകുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് റിലീഫ് അറ്റംപ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് റിലീഫുകൾ ഏതൊക്കെയോ ചോദിച്ചു കഴിഞ്ഞാൽ സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, സഫിഷ്യന്റ് ഫുഡ്, ബേസിക് മെഡിക്കല്, ഷെൽട്ടർ ഫ്രം എക്സ്ട്രീം വെതർ കണ്ടീഷൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന റിലീഫ് അറ്റംപ്റ്റുകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇവോക്കേഷൻ ഈസ് ഡിഫറൻറ്റ് ടൈപ്പ്. ഇവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിപ്പിക്കൽ. ഇവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിപ്പിക്കൽ, ആളുകളെ ദുരന്ത മേഖലയിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഇവോക്കേഷൻ എന്ന് പറയുക. അതായത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആളുകളെ ഒരു ദുരന്ത മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുക? അതായത് ഫ്ലഡിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ പിന്നെ ഏത് സാഹചര്യത്തില ചുഴലിക്കാറ്റുകൾ വീശുമ്പോൾ, അതായത് സൈക്ലോണിങ്, അതേപോലെ ടെമ്പററി, അതേപോലെ തന്നെ ചുഴലിക്കാറ്റൊക്കെ വീശുമ്പോൾ തീരെ നല്ല വീടുകളല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ അത് വേഗം കേടുപാടുകൾ സംഭവിക്കാൻ ഇടവരും. അപ്പൊ അത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നാച്ചുറൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് ആളുകളെ വേറൊരു സ്ഥലത്തേക്ക് ഒഴിപ്പിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഒഴിപ്പിക്കുന്നത്? 3 തരങ്ങളാണ് പറയുന്നത്. അതായത് ഇവോക്കേഷൻ ഈസ് ഡിഫറൻറ്റ് ടൈപ്സ്, 3 ടൈപ്പുകളിലായിട്ടാണ് ഇവോക്കേഷൻ നടക്കുന്നത്. ഏതൊക്കെ രീതിയിലായി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രിവെന്റീവ്, പ്രതിരോധം. 3 രീതിയിൽ നടക്കുന്നുണ്ട്. പ്രിവെന്റീവ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഉണ്ട്, റെസ്ക്യൂ ഉണ്ട്. അതായത് ഒഴിപ്പിക്കൽ 3 രീതിയിൽ, 3 വ്യത്യസ്തമായ രീതികളിലാണ് ഒഴിപ്പിക്കൽ നടത്തപ്പെടുന്നത്. പ്രിവെന്റീവ്, പ്രൊട്ടക്റ്റീവ്, റെസ്ക്യൂ. അതിലെന്താണ് പ്രിവെന്റീവ് എന്ന് നമുക്ക് നോക്കാം. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഡൺ മച്ച് ബിഫോർ ദ ഡിസാസ്റ്റർ ആക്ച്വലി സ്ട്രൈക്ക്. ദുരന്തം സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ചെയ്യുന്നതിനെയാണ് പ്രിവെന്റീവ് എന്ന് പറയുക. അതായത് മുൻകരുതൽ. ദുരന്തം സംഭവിച്ചിട്ട് നമ്മൾ ആളെ നീക്കം ചെയ്തിട്ട് കാര്യമല്ല. ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം അവിടെ നിന്നും ആളുകളെ മാറ്റുന്നതിനേക്കാൾ ബെറ്റർ ദുരന്തം ഉണ്ടാകും എന്ന ദുരന്ത ഏരിയയാണെന്ന് മനസ്സിലായാൽ തന്നെ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? പ്രിവെന്റീവ്. ഡൺ മച്ച് ബിഫോർ ദ ഡിസാസ്റ്റർ ആക്ച്വലി സ്ട്രൈക്ക്. അതായത് ദുരന്തം സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ആളുകളെ മാറ്റുന്ന രീതിയെയാണ് പ്രിവെന്റീവ് എന്ന് പറയുക. ആൻഡ് ദെൻ അടുത്തതാണ് പ്രൊട്ടക്റ്റീവ്, സംരക്ഷണം. സംരക്ഷണം എന്ന് പറയുമ്പോൾ ഡൺ ആസ് പ്രിക്കോഷണറി മെഷേഴ്സ് ടു ഗാർഡ് എഗെയിൻസ്റ്റ് സ്പ്രെഡ് ഓഫ് ഡിസാസ്റ്റർ ഓർ ആൻ ഇംപെൻഡിങ് ഡിസാസ്റ്റർ. അതായത് രോഗങ്ങൾ പടരാതിരിക്കാനും വരാനിരിക്കുന്ന ദുരന്തത്തിൽ നിന്നോ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടി. പലതരത്തിലുള്ള ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മുൻകരുതൽ പ്രിക്കോഷണറി പറഞ്ഞാൽ മുൻകരുതൽ നടപടി. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് എന്ന് പറയുക, സംരക്ഷണം.
അപ്പൊ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പല തരത്തിലുള്ള അസുഖങ്ങളും വ്യാപിക്കും. നമുക്കറിയാം ഫ്ലഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പല അതായത് ചളിവെള്ളമാണ് ഒഴുകി വരിക. പല സ്ഥലങ്ങളിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടുള്ള ചളിവെള്ളമായിരിക്കും. അതിൽ നിന്നൊക്കെ കോളറ, മഞ്ഞപ്പിത്തം അതുപോലെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനെ കുറിച്ച് രോഗങ്ങൾ പടരാതിരിക്കാനും വരാതിരിക്കാനുമുള്ള മുൻകരുതൽ എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംരക്ഷണം, പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ റെസ്ക്യൂ. റെസ്ക്യൂ പറഞ്ഞാൽ എന്താ? റെസ്ക്യൂ ടീം എത്തി എന്നൊക്കെ പറയാറുണ്ട്. ഒരു ദുരന്ത മേഖലയിലേക്ക് റെസ്ക്യൂ ടീം എത്തി എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാപ്രവർത്തനം. ഓറിയന്റഡ് അപ്പൊ റെസ്ക്യൂവിന്റെ പ്രവർത്തനം ഓറിയന്റഡ് ആയിരിക്കും, ഒന്നിച്ചിട്ടായിരിക്കും കേട്ടോ. റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ അവരൊരു 10 പേരിൽ കൂടുതലെങ്കിലും ഉണ്ടായിരിക്കും. 1-2 ആളായിരിക്കില്ല റെസ്ക്യൂവിൽ ഉണ്ടായിരിക്കുക, ഒരുപാട് പേരുണ്ടായിരിക്കും. 50-100 ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ടീമാണ് അവര് വരിക. അപ്പൊ അത്തരത്തിലുള്ള റെസ്ക്യൂ ടീം ആയതുകൊണ്ട് അവരെ ഓറിയന്റഡ് എന്നാ പറയുക. ഫോക്കസിങ് ഓൺ റെസ്ക്യൂ ഓപ്പറേഷൻ whereby in the aftermath of disaster the inhabitants are to be moved to identified place in safe area. അതേപോലെ തന്നെ റെസ്ക്യൂവിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ റെസ്ക്യൂവിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും. അതുകൊണ്ട് തന്നെ ദുരന്താനന്തരം നിവാസികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദുരന്തമുഖത്തിൽ നിന്നും ആളുകളെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക്, പ്ലേസ് ഇൻ സേഫ് ഏരിയ, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുന്നവരാണ് റെസ്ക്യൂ. അപ്പൊ നമ്മള് ഒഴിപ്പിക്കലിന് 3 രീതികളാണുള്ളത്. ഒഴിപ്പിക്കൽ മീൻസ് ഇവാക്വേഷൻ മീൻസ് ഒഴിപ്പിക്കൽ. അതിന് 3 രീതികളാണുള്ളത്. പ്രിവെന്റീവ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഉണ്ട്, റെസ്ക്യൂ ഉണ്ട്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം വരുന്നതിന് മുന്നേ തന്നെ മുൻകരുതൽ എടുക്കുക. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്ക് വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുക. റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ഇവാക്വേഷൻ. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇൻ ഇവാക്വേഷൻ പ്രോസസ് പഠിക്കാം. സ്റ്റെപ്പ് ഇൻ ഇവാക്വേഷൻ പ്രോസസ് എന്തൊക്കെയാണ്? സ്റ്റെപ്പ് ഇൻ ഇവാക്വേഷൻ പ്രോസസ്സിൽ നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പും കൊടുക്കുന്നുണ്ട്, ആക്ഷനും കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പും ഉണ്ട്, അതേപോലെ തന്നെ അതിൽ എന്തുണ്ട്? ആക്ഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഡിറ്റർമൈൻ ദ നീഡ്, ആവശ്യം ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ ആക്ഷൻ എന്താ? ഡിറ്റർമൈൻ വെദർ ദർ ഈസ് നീഡ് ഫോർ ടോട്ടൽ ഓർ പാർഷ്യൽ ഇവോക്കേഷൻ. അതായത് ആവശ്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായോ ഭാഗികമായോ ആളുകളെ ഒഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിർണയിക്കുക. അപകടമല്ലാത്തതും എളുപ്പത്തിൽ എത്തിച്ചേരേണ്ടതുമായ ഒരു പ്രദേശം തെരഞ്ഞെടുക്കുക. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമൈൻ ദ നീഡ്. അതായത് ആവശ്യം നിർണയിക്കുക. ആവശ്യം നിർണയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആളുകളെ ഒഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആക്ഷൻ എന്താ എടുക്കുക? ഡിറ്റർമൈൻ വെദർ ദർ ഈസ് നീഡ് ഫോർ ടോട്ടൽ ഓർ പാർഷ്യൽ ഇവാക്വേഷൻ. പൂർണ്ണമായോ, ടോട്ടൽ മീൻസ് പൂർണ്ണമായിട്ടോ, പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗികമായോ ആളുകളെ ഒഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിർണയിക്കുക. അപകടമല്ലാത്ത എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിച്ചേർക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അടുത്ത സ്റ്റെപ്പാണ് കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റിന്റെ പ്രത്യേകത എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ടു എവരിവൺ involved about the need to evacuate and update them on the location of shelters. അതായത് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളുകളെ ഒഴിപ്പിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ആളുകളിലേക്ക് ആശയവിനിമയം നടത്തുകയും മാത്രമല്ല ഷെൽട്ടറുടെ സ്ഥാനങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എവിടേക്കാണ് മാറ്റുന്നത് എന്നും അതേപോലെ തന്നെ അവര് ഏത് സുരക്ഷിത സ്ഥാനത്തേക്കാണ് അവരെ മാറ്റുന്നത് എന്നതിനെ കുറിച്ച് അവർക്കൊരു ആശയവിനിമയം അവരുമായി നടത്തുന്നതിനെയാണ് എന്ത് പറയുക? കമ്മ്യൂണിക്കേറ്റ്. കാരണം
ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിലൊക്കെ ഭയമായിരിക്കും. ആ ഭയം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അവരേനെ എവിടേക്ക് മാറ്റുന്നുണ്ട്, ഏത് പ്ലേസിലേക്കാണ് അവരെ മാറ്റുന്നത്, അതൊക്കെ അത്തരം കാര്യങ്ങൾ അവരേനെ അറിയിക്കുന്നതിനെയാണ് എന്ത് പറയാ, കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയാ. അടുത്തതാണ് പ്രീ ഡെസിഗ്നേറ്റ് റൂട്ട്സ്. പ്രീ ഡെസിഗ്നേറ്റ് റൂട്ട്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടുകൾ. പ്രീ ഡെസിഗ്നേറ്റ് റൂട്ട് കാരണം ഒരു റൂട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഡെസിഗ്നേറ്റ് റൂട്ട് ഫ്രം ദ ഏരിയ ടു ബി വക്കേറ്റ് ടു ബി ദ ഏരിയ ഓഫ് ലൊക്കേഷൻ കൺസിഡർഡ് അൾട്ടർനേറ്റീവ്. അതായത് ഒഴിപ്പിക്കേണ്ട സ്ഥലത്ത് നിന്നും ആളുകളെ സ്ഥലം മാറ്റുന്നതിനുള്ള വഴികൾ നിശ്ചയിക്കുക, ഇതര മാർഗങ്ങൾ അതിനുവേണ്ടി പരിഗണിക്കുക. ഒഴിപ്പിക്കേണ്ട സ്ഥലത്ത് നിന്ന് ആളുകളെ സ്ഥലം മാറ്റുന്നതിനുള്ള വഴികൾ നിശ്ചയിക്കുക. ഏതൊക്കെ വഴികളിലൂടെയാണ് ആളുകളെ കൊണ്ടുപോകുക, അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള റൂട്ടുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് വെരിഫൈ റൂട്ട് പീരിയഡിക്കലി. റൂട്ടുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. ഈ ദുരന്ത മേഖലയിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറയണത്, റൂട്ടുകൾ ഇടയ്ക്കിടെ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാറ പരിശോധിക്കണം. അതിന്റെ ആക്ഷൻ എന്താ, മേക്ക് ഷുവർ ദാറ്റ് ദ ഇവാക്വേഷൻ ഈസ് പ്രൊസീഡിങ് സ്മൂത്ത് ആൻഡ് ദാറ്റ് ഡ്യൂറിംഗ് ഇവാക്വേഷൻ നോ ബോട്ടിൽ നെക്സ് ആർ ക്രിയേറ്റഡ് അലോങ് ദ ഇവാക്വേഷൻ റൂട്ട്. അതായത് ഒഴിപ്പിക്കൽ സുഗമമായി നടക്കുന്നുണ്ടെന്നും ഒഴിപ്പിക്കൽ സമയത്ത് വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നും ഉറപ്പാക്കുക. അപ്പോ റൂട്ടുകൾ ഇടയ്ക്കിടെ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒഴിപ്പിക്കൽ സുഗമമായി നടക്കുന്നുണ്ടെന്നും ഒഴിപ്പിക്കൽ സമയത്ത് വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നും ഉറപ്പാക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, റൂട്ടുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. അപ്പൊ റൂട്ടുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക പറഞ്ഞാല് ഒഴിപ്പിക്കൽ ഇവോക്കേഷൻ സുഗമമായി നടക്കുന്നുണ്ടെന്നും ഒഴിപ്പിക്കൽ സമയത്ത് വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നും ഉറപ്പാക്കുക. അടുത്തതാണ് ഒഴിപ്പിക്കൽ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ദ ഇവോക്കേഷൻ. അതിന്റെ ആക്ഷൻ ആണ് ബി ഷുവർ ടു ഇൻഫോം ഗവൺമെന്റൽ എമർജൻസി മാനേജ്മെന്റ് പേഴ്സണൽ അബൌട്ട് ദ ഇവോക്കേഷൻ ടു അവോയ്ഡ് അൺനെസസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആൻഡ് റിസ്ക്. അതായത് എന്താണ് പറയുന്നത്, ആവശ്യമായ ശ്രമങ്ങളുടെയും അപകട സാധ്യതകളുടെയും ആവർത്തനം ഒഴിവാക്കാൻ ഒഴിപ്പിക്കലിനെ കുറിച്ച് സർക്കാർ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് ഉറപ്പാക്കുക. സർക്കാർ ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ബി ഷുവർ ടു ഇൻഫോം ഗവൺമെന്റൽ എമർജൻസി മാനേജ്മെന്റ് പേഴ്സണൽ അബൌട്ട് ദ ഇവോക്കേഷൻ ടു അവോയ്ഡ് അൺനെസസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആൻഡ് റിസ്ക്. ആവശ്യമായ ശ്രമങ്ങളുടെയും അപകട സാധ്യതകളുടെയും ആവർത്തനം ഒഴിവാക്കൽ ഒഴിപ്പിക്കലിനെ കുറിച്ച് സർക്കാർ അടിയന്തരമായി മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുവാൻ ശ്രമിക്കുക. അതാണ് റിപ്പോർട്ട് ദ ഇവോക്കേഷൻ. അപ്പൊ ഒരു ഇവോക്കേഷൻ പ്രോസസ്, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് ഇൻ ഇവോക്കേഷൻ പ്രോസസ് ഏതൊക്കെ സ്റ്റെപ്പാ, ഡിറ്റർമൈൻ ദ നീഡ്, കമ്മ്യൂണിക്കേറ്റ്, പ്രീ ഡെസിഗ്നേറ്റ് റൂട്ട്, വെരിഫൈ റൂട്ട് പീരിയഡിക്കലി, റിപ്പോർട്ട് ദ ഇവോക്കേഷൻ. അപ്പൊ നമ്മള് 3 ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ എടുത്തത്. സ്റ്റെപ്പ് ഇൻ ഇവോക്കേഷൻ പ്രോസസ്, ബേസിക് റിലീഫ് അറ്റംപ്റ്റ് ടു സെക്യൂർ സർവൈവൽ, ഇവോക്കേഷൻ ഈസ് ഡിഫറെന്റ് ടൈപ്സ്. അടുത്ത ടോപ്പിക് എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. SAR എന്ന് പറയും, സെർച്ച് ആൻഡ് റെസ്ക്യൂ. അതായത് കണ്ടെത്തലും അതേപോലെ തന്നെ റെസ്ക്യൂ ടീം സംരക്ഷണവും, അല്ലേ, സെർച്ച് ആൻഡ് റെസ്ക്യൂ. അപ്പോൾ ആളുകളെ ദുരന്ത മുഖത്തിൽ നിന്നും സംരക്ഷിക്കുന്നവരാണ് റെസ്ക്യൂ ടീം. അപ്പോൾ അവരുടെ കണ്ടെത്തലുകളും അവരുടെ സുരക്ഷാപരമായ കാര്യങ്ങളും എന്താ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. സെർച്ച് റെസ്ക്യൂ ഈസ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ എൻഷുർ പീപ്പിൾ സേഫ്റ്റി. സെർച്ച് റെസ്ക്യൂ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പീപ്പിൾ സേഫ്റ്റി, ജനങ്ങളുടെ സേഫ്റ്റിക്കാണ്, സുരക്ഷിതത്വത്തിനാണ്. ദ പ്രോസസ് നീഡ്സ് ടു ബി carried out after the disaster strike and or it is carried out by the locals.
അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നു റെസ്ക്യൂ ടീം എപ്പോഴും ശ്രദ്ധ ചെലുത്താറുള്ളത് എന്തിനാണ്? ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. മാത്രമല്ല the process need to be carried out after disaster strike and or it is carried out by the locals. അതേപോലെ തന്നെ ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ പ്രക്രിയ എന്ത് ചെയ്യുന്നു? ഒരു ദുരന്തം ഏത് പ്രക്രിയ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രക്രിയയുടെ ലോക്കൽസിൽ, അതായത് പ്രാദേശിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക. റെസ്ക്യൂ ടീം പ്രോസസ് നീഡ് ടു ബി ക്യാരീഡ് ഔട്ട് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ സ്ട്രൈക്ക് ആൻഡ് ആർ ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ദ ലോക്കൽസ്. അപ്പൊ നമുക്കറിയാം പ്രോസസ് നീഡ് ടു ബി ക്യാരീഡ് ഔട്ട് ആഫ്റ്റർ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ആൻ ഏരിയ ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ദ ലോക്കൽസ്. അതായത് ദുരന്തമുഖത്ത് നിന്നും ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ പറയുന്നത്, എങ്ങനത്തെ ഏരിയയിലാണ്? ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ പ്രക്രിയ നടത്തേണ്ടതുണ്ട്. അതെപ്പോഴും ലോക്കൽസ് ഏരിയയിൽ നിന്നാണ് ഈ പ്രക്രിയ നടത്തപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഫോളോ ദ ഫോളോവിങ് 3 keys. അതുകൊണ്ട് തന്നെ സാധാരണയായി 3 പ്രധാന തത്വങ്ങളാണ് ഈ SAR അഥവാ റെസ്ക്യൂ ടീം ഫോളോ ചെയ്യുന്നത്. റെസ്ക്യൂ ടീം അഥവാ സെർച്ച് ആൻഡ് റെസ്ക്യൂ SAR ഫോളോ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ലുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കുക, പിന്നെ ലിസൺ ശ്രദ്ധിക്കുക, ഫീൽ തോന്നൽ. 3 കീ പോയിന്റുകളിലൂടെ ലുക്ക്, ലിസണ്, ഫീല്. ലുക്ക്, ലിസണ്, ഫീല്. നോക്കുക, ശ്രദ്ധിക്കുക, തോന്നുക. ഈ 3 കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റുകൾ. ലുക്ക് എന്ന് പറയുമ്പോൾ സീ ഫിസിക്കലി ദ ഇൻസിഡന്റ് ആൻഡ് മേക്ക് ത്രൂ വിഷ്വൽ പെർസെപ്ഷൻ. സംഭവങ്ങളെ ഭൗതികമായി കാണുക, സമഗ്രമായ ഒരു ദൃശ്യധാരണ ഉണ്ടാക്കുക. എന്ത് ഡിസാസ്റ്റർ ഉണ്ടായാലും അത്തരം സംഭവങ്ങളെ ഫിസിക്കലി പറഞ്ഞാൽ എന്താ? ഭൗതികമായി, ഫിസിക്കലായിട്ട് അതിനെ കാണുകയും അതേപോലെ തന്നെ സമഗ്രമായൊരു വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ദൃശ്യധാരണ ഉണ്ടാക്കുകയും ചെയ്യുക. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ് ആണ് ലിസൺ. ലിസൺ എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രദ്ധിക്കുക. ലിസൺ ടു ഓൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി ആൻഡ് ഗവൺമെന്റ് റെക്കോർഡ്. സമൂഹത്തിൽ നിന്നും സർക്കാർ രേഖകളിൽ നിന്നും ലഭിക്കുന്ന എല്ലാ വിവര സ്രോതസ്സുകളും ശ്രദ്ധിക്കുക. അപകടത്തിലുള്ള ആളുകളെ കുറിച്ച് സമൂഹത്തിന് ഡാറ്റ വിലയിരുത്തുക. അപ്പൊ ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. സമൂഹത്തിൽ നിന്നും സർക്കാർ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന എല്ലാ വിവര സ്രോതസ്സുകളും ശ്രദ്ധിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിസൺ ടു ഓൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി ആൻഡ് ഗവൺമെന്റ് റെക്കോർഡ്. കമ്മ്യൂണിറ്റിയിൽ നിന്നും ഗവൺമെന്റ് റെക്കോർഡുകളിൽ നിന്നും ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളുടെയും ഉറവിടത്തെ എന്ത് ചെയ്യുന്നു? എല്ലാ വിവരങ്ങളെയും സമഗ്രമായിട്ട് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നൽ. ഫീൽ കൺവിൻസ്ഡ് റിഗാർഡിംഗ് ദ ഫാക്ട്, the gravity of the dangers involved and one's own capacity to respond. അതായത് തോന്നൽ എന്ന് പറയുമ്പോൾ വസ്തുക്കളെ കുറിച്ചും ഉൾപ്പെട്ടിരിക്കുന്ന അപകടങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചും പ്രതികരിക്കാനുള്ള സ്വന്തം കഴിവിനെ കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കുക. അതായത് വസ്തുതകളെ കുറിച്ചും ഫാക്റ്റിനെ കുറിച്ചും ഉൾപ്പെട്ടിരിക്കുന്ന അപകടങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചും ഗ്രാവിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ പ്രതികരിക്കാനുള്ള സ്വന്തം കഴിവിനെ കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കുക. Feel convinced regarding the fact, the gravity of the dangers involved and one's own capacity to respond. അതായത് വസ്തുതകളെ കുറിച്ചും ഉൾപ്പെട്ടിരിക്കുന്ന അപകടങ്ങളുടെ എന്തിനെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ചും പ്രതികരിക്കാനുള്ള സ്വന്തം കഴിവിനെ കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കുക. അതാണ് ഫീൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു റെസ്ക്യൂ ടീം ഫോളോ ചെയ്യുന്ന പ്രധാന കീ പോയിന്റുകൾ. 3 കീ പോയിന്റ് എന്ന് പറയും. ഇത്രയും ഈ 3 കാര്യങ്ങൾ ലുക്ക്, ലിസണ്, ഫീല്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ടൈപ്പിക്കൽ SAR കിറ്റ്, ഒരു SAR കിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കോംപ്രൈസ് ദ ഫോളോവിങ്.
FAR റെസ്ക്യൂ ടീം നമുക്ക് കുറച്ച് കിറ്റുകൾ ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മൾ കയ്യിൽ കരുതാൻ വേണ്ടി റെസ്ക്യൂ ടീം കുറച്ച് കിറ്റ് കയ്യിൽ വെക്കണം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കിറ്റുകളാണ് നമ്മൾ ദുരന്ത മുഖത്ത് നിന്നും കയ്യിൽ കരുതേണ്ട, അതായത് ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കരുതണം എന്നാ പറയുന്നത്. റെസ്ക്യൂ ടീം പറയുന്ന, ഇപ്പൊ നമുക്കറിയാം ഈ കുന്നും പ്രദേശത്തിന്റെ അടിയിലൊക്കെ, കുന്നിൻ താഴ്വരകളുടെ അടിയിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് എപ്പോഴും ദുരന്തം ഫേസ് ചെയ്യുക. അതേപോലെ കടലോര മേഖലകളിലെ തീരദേശ പ്രദേശങ്ങളിലും കുന്നിന്റെ താഴ്വരകളിലും ഒക്കെ താമസിക്കുന്ന, അതേപോലെ പുഴയുടെ അരികിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം, FAR ടീം അഥവാ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നാ പറയാ, ഈ ടീം എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനാ പറയണത്? അതായത് ഇവാക്വേഷൻ മാപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഓർ ഏരിയ. ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആളുകളെ എവിടേക്ക് ഒഴിപ്പിക്കണം, ഏത് ബിൽഡിങ്ങിലേക്ക്, ഏത് ഏരിയയിലേക്ക് ഒഴിപ്പിക്കണം എന്നതിനെ കുറിച്ചൊരു മാപ്പ് ഉണ്ടാക്കണം. ഒഴിപ്പിക്കുന്ന ഫലത്തെ കുറിച്ചൊരു മാപ്പ് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ചില ആളുകളെ നമ്മൾ ഒഴിപ്പിച്ചു കരുതുക, ആ ഒഴിപ്പിച്ച ഏരിയയും ദുരന്ത മേഖലയാണെങ്കിൽ പിന്നെ ഒഴിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഒഴിപ്പിക്കുന്ന ആളുകളുടെ ഏത് ബിൽഡിങ്ങിക്കാണ് എന്നും ഏത് പ്ലേസിക്കാണ് എന്നും അതിനെക്കുറിച്ചൊരു മാപ്പ് നിർമ്മിക്കണം ആദ്യം. പിന്നെ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്? ഹാമർ, സ്ക്രൂ ഡ്രൈവർ, ആക്സ്, 24 ക്രോബാർ, സ്പാഡ്, പിക്കാസ്, 50 ഫുട്ട് റോപ്പ്, അതായത് കയർ എന്ന് ഫുട്ട് റോപ്പ് പറഞ്ഞ കയറ്, ടോർച്ച്, അതേപോലെ തന്നെ പിന്നെന്താണ് സ്പെയർ ബാറ്ററി സെല്ല്, ഹാർഡ് ഷൂ ഫോർ ഗംബൂട്ട്, ഹെൽമെറ്റ്, ഹാൻഡ് ഗ്ലൗസ്, ഡസ്റ്റ് മാർക്ക്, 1 person ആർമി ക്യാരി, 1 person സ്ട്രാപ്പ് ക്യാരി, 2 person ലിഫ്റ്റ്, ചെയർ ക്യാരി, ബ്ലാങ്കറ്റ് ക്യാരി. അതിന്റെയൊക്കെ ഒരു ബാഗ് ക്യാരി പറഞ്ഞാൽ അതിന്റെയൊക്കെ ഓരോ ബാഗുകൾ കയ്യിൽ വെക്കാനാ പറയുന്നത്. ബ്ലാങ്കറ്റിന്റെയും ചെയറിന്റെയും രണ്ടാളുകളെ ഇട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും, അപ്പൊ അത്രയും ക്യാരീസ് ഒക്കെ കൈ കരുതുക. ഇംപ്രൂവൈസ്ഡ് സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഡ്രാഗ്, അതേപോലെ തന്നെ ആളുകളെ വലിച്ചഴച്ച് കൊണ്ടുപോകും, അവരെ രക്ഷപ്പെടുത്താനുള്ള മുൻകരുതല്. ഡബിൾ ഷീറ്റ് ബെഞ്ച്, അതേപോലെ തന്നെ ചെയർ നോട്ട്. ലാഷിങ്സ് ഏതൊക്കെയാണ്? സ്ക്വയറിൽ ലാഷിങ് ചെയ്യാറുണ്ട് എന്താണ്? ഉറച്ചു നിൽക്കുക. അവർക്ക് ഒരു വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ തട്ടി തട്ടി പോകുമ്പോ പിടിച്ചു നിൽക്കാനുള്ള സൗകര്യം. അത് സ്ക്വയർ ലാഷിങ് ഉണ്ട്, ഡയഗണൽ ലാഷിങ് ഉണ്ട്, ഫിഗർ 8 ലാഷിങ് ഉണ്ട്, റൗണ്ട് ലാഷിങ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇംപ്രൂവിങ് സ്വിമ്മിങ് ആൻഡ് ഫ്ലോട്ടിങ് എയ്ഡ്സ്, അതായത് നീന്തൽ സജ്ജീകരണങ്ങള്. നീന്തൽ സജ്ജീകരണം എന്ന് പറയുമ്പോൾ റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചങ്ങാടം, ബ്രീഫ്റ്റ് ലൈൻ പറഞ്ഞാൽ ലൈഫ് ജാക്കറ്റുകള്, റൂൾസ് ഓഫ് ബ്രീഫ്റ്റ് ലൈൻ ത്രോവിങ്, അപ്പൊ അതിന്റെ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇത്രയും സെറ്റപ്പ് എങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ കയ്യിൽ കരുതണം എന്നാണ് ഏത് ടീം ആവശ്യപ്പെടുന്നത്? സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം ആവശ്യപ്പെടുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം അഥവാ FAR ടീം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും. അപ്പോൾ ഈ ദുരന്ത മുഖങ്ങൾ ദുരന്തം ഉണ്ടായിട്ട് പോരാ ഇതൊന്നും കരുതുക. ദുരന്തം ഉണ്ടാവണതിന്റെ മുന്നേ ഇതൊക്കെ കയ്യിൽ പുഴയുടെ അരികിൽ താമസിക്കുന്നവരാണെങ്കിലും കുന്നിൻ പ്രദേശങ്ങളുടെ താഴ്വര മേഖലകളിൽ താമസിക്കുന്നവരാണെങ്കിലും മഴക്കാലം വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരുക്കി വെക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഈ ഒരു റെസ്ക്യൂ ടീം നമുക്ക് നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്കുകൾ അടുത്ത ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ 7ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഷെൽട്ടർ. എന്താണ് ഷെൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ഷെൽട്ടറിലേക്ക് മാറാനൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം അഭയം പ്രാപിക്കുക എന്നൊക്കെ ഷെൽട്ടർ എന്ന് പറഞ്ഞ് അതിനെ വ്യക്തമാക്കാം. എപ്പോഴാണ് നമ്മൾ അഭയം പ്രാപിക്കുക? വീട് എന്നല്ല, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നാണ്. അഭയകേന്ദ്രത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് അഭയം പ്രാപിക്കാൻ പോവുക? ഡിസാസ്റ്റേഴ്സ് ലൈക്ക് എർത്ത് കേക്ക്, ഭൂമി കുലുക്കമോ, ലാൻഡ് ഫ്ലൈഡ്,
അതേപോലത്തെ മണ്ണിടിച്ചിലോ, സൈക്ലോൺ, ചുഴലിക്കാറ്റോ, ഫ്ലഡ്, വെള്ളപ്പൊക്കമോ, ഇത്തരം ഇഷ്യൂസുകൾ, അതായത് എർത്ത് കേക്ക്, ലാൻഡ് ഫ്ലൈഡ്, സൈക്ലോൺസ്, ഫ്ലഡ്, ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യപ്പെടും എന്നാ പറയുന്നത്, തകർക്കപ്പെടുന്നു. ആ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടും ഫ്ലഡിന്റെ ഭാഗമായിട്ടും ആളുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അഭയത്തിന് വേണ്ടി പോകുകയാണ് ചെയ്യുക. അപ്പൊ അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത്തരം അഭയ കേന്ദ്രങ്ങൾ തേടി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഭയം അഥവാ ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പൊ മാത്രല്ല ജനങ്ങളോട് എന്താവശ്യപ്പെടും, ഫ്ലഡും എർത്ത് കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഷെൽട്ടറുകളിലേക്ക് മാറാൻ ജനങ്ങളോട് ആവശ്യപ്പെടുക. ആസ്ക്ഡ് ദ സൈക്ലോൺ ഫ്ലഡ് പീപ്പിൾ ആർ ആസ്ക്ഡ് ടു മൂവ് ഔട്ട് ഓഫ് ദ ഡൂലിംഗ് യൂണിറ്റ് ടു എർമാർക്ക്ഡ് ഷെൽട്ടേഴ്സ്, അനുയോജ്യമായ ഷെൽട്ടേഴ്സിലേക്ക് മാറാൻ ആളുകളോട് ആവശ്യപ്പെടുമ്പോഴാണ് ആളുകൾ എന്തിലേക്ക് പോകുക, ഷെൽട്ടർ, അഭയം പ്രാപിക്കുക. അപ്പൊ ആളുകൾ അഭയം പ്രാപിക്കുക ഏത് സാഹചര്യത്തിലാണ്, എർത്ത് കേക്ക്, ലാൻഡ് ഫ്ലൈഡ്, സൈക്ലോണ്, ഫ്ലഡ് തുടങ്ങി ഡിസാസ്റ്റർ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് ഈ ആളുകൾ പീപ്പിൾസ് എന്ത് ചെയ്യുക, അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ പീപ്പിൾസ് എന്ത് ചെയ്യും, അഭയ കേന്ദ്രത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് 10-point guidelines for temporary shelter provision prepared in the aftermath of Kashmir earthquake of 2005 by Ivan Davis as follows. അതായത് 2005 കാശ്മീരിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് 10 കാര്യങ്ങളാണ് ഐവാൻ ഡേവിസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. അതായത് 2005 കാശ്മീർ ഭൂകമ്പത്തെ തുടർന്ന് താൽക്കാലിക അഭയ സൗകര്യങ്ങൾക്കായി ഐവൻ ഡേവിസ് തയ്യാറാക്കിയ 10 മാർഗനിർദ്ദേശങ്ങൾ. 2005 കാശ്മീർ എർത്ത് കേക്കിനെ തുടർന്ന് ഐവാൻ ഡേവിസ് 10 മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ. അതായത് മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക. മോണിറ്റർ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക. 10 കാര്യങ്ങളാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ, ടെന്റിലേക്ക് മാറുക, സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക, ലൊക്കേഷൻ ഓഫ് ടെന്റിന്റെ ലൊക്കേഷൻ നിർണ്ണയിക്കുക. എല്ലാ സ്ഥലത്തൊന്നും ടെന്റ് കെട്ടാൻ പറ്റില്ല, ലൊക്കേഷൻ നിർണ്ണയിക്കണം. ഷെൽട്ടർ മെറ്റീരിയൽ, അതേപോലെ തന്നെ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മെറ്റീരിയലുകൾ ചൂസ് ചെയ്യുക. ഷെൽട്ടർ ഫോർ ഫാമിലി വിത്ത് ഡാമേജ്ഡ് ആറാമത്തെ പോയിന്റ് ആണ് ഷെൽട്ടർ ഫോർ ഫാമിലി വിത്ത് ഡാമേജ്ഡ് ഡ്വെല്ലിങ്സ്. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള വീടുകളിൽ നിന്നും കുടുംബങ്ങൾക്കുള്ള അഭയം നൽകുക. ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ്, അതേപോലത്തെ പ്രാദേശിക ഉപദേശ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. ട്രാൻസിഷൻ ഹൗസിൽ നിന്ന് പരിവർത്തനം ചെയ്യുക. ഡേബറീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവശിഷ്ടങ്ങളെ പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ എന്ത് ചെയ്യുക, സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തുക. ഷെൽട്ടർ യൂണിറ്റുകൾ ക്രമീകരിക്കുക. അങ്ങനെ 10 കാര്യങ്ങളാണ് 2005 കാശ്മീർ എർത്ത് കേക്കിനെ തുടർന്ന് നമ്മൾ സ്വീകരിക്കേണ്ട, അതായത് അവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളായിട്ട് ഐവൻ ഡേവിസ് പറയുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് എന്ന് ചെറിയ എക്സ്പ്ലനേഷൻ നൽകാം. ബോർഡുമായി എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഈ പോയിന്റുകളാണ് നന്നായി പഠിക്കേണ്ടത്. എങ്കിലും ചെറുതായിട്ട് നമുക്കിത് ഓരോന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ. എന്താ മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനാ പറയണത്. യൂസ് ദിസ് ഡിസാസ്റ്റർ ടു ഇൻഫോം ദ കോർഡിനേഷൻ ഏജൻസി അബൌട്ട് ദ ഗോസ് ഓൺ ഇൻ ഈച്ച് സെക്ടർ ആൻഡ് മൈക്രോ ആൻഡ് മാക്രോ ലെവൽ. മൈക്രോ ആൻഡ് മാക്രോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂക്ഷ്മവും
സ്ഥൂലവുമായ, മൈക്രോ പറഞ്ഞാൽ സൂക്ഷ്മം, മാക്രോ പറഞ്ഞാല് സ്ഥൂലം വലുത്. അപ്പൊ സൂക്ഷ്മമായിട്ടും വലിയ രീതിയിലും നിരീക്ഷണങ്ങൾ നടത്തുകയും അത് കോർഡിനേഷൻ നൽകുന്ന, അതായത് ഡിസാസ്റ്റർ ഏജൻസിക്ക് കോർഡിനേഷൻ നൽകുന്ന ഏജൻസിയെ വിവരം നൽകുകയും ചെയ്യുക. യൂസ് ദിസ് അപ്പൊ അതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ. അതായത് മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ. അത് ഏതൊക്കെ ലെവലിൽ നിരീക്ഷിക്കാനാ പറയുന്നത്? മൈക്രോ ആൻഡ് മാക്രോ ലെവൽ, സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും എങ്ങനെയുണ്ട് ദുരന്ത മുഖങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നിരീക്ഷിക്കണം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നിരീക്ഷിക്കും വേണം, മാത്രല്ല അത് ആരിലേക്ക് ഇൻഫോം ചെയ്യണം? ഈ ഡിസാസ്റ്റർ ഏജൻസികളെ ഇൻഫോം ചെയ്യുകയും വേണം. അടുത്ത പോയിന്റാണ് ടെന്റ്. ടെന്റ് പറഞ്ഞാൽ കൂടാരങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ചില സമയത്ത് ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയ വലിയ ഷെൽട്ടറിലേക്കോ കെട്ടിടങ്ങളിലേക്കോ അവരെ മാറ്റാൻ കഴിയില്ല. അപ്പൊ താൽക്കാലികമായിട്ട് കൂടാരങ്ങൾ സജ്ജീകരിക്കുക. The like livelihood if that wide variety of tent with varied specialization will arrive some very appropriate. വ്യത്യസ്ത തരവും സ്പെഷ്യലൈസ് ചെയ്തതുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ടെന്റ് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, താൽക്കാലികമായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭംഗിയുള്ളതും മനോഹരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ടെന്റുകൾ നിർമ്മിക്കാം. While others are obviously unsuited for the climate or cultural condition. കാലാവസ്ഥയ്ക്ക് അനുസൃതമായതും കൾച്ചറൽ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായതുമായിട്ടുള്ള ടെന്റുകളാണ് നിർമ്മിക്കേണ്ടത്. നമുക്ക് ടെന്റുകൾ നിർമ്മിക്കാനാണ്, അതായത് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള എർത്ത് കേക്കിനെ തുടർന്ന് 2005 10 നിർദ്ദേശങ്ങളാ തന്നത്. അതിൽ രണ്ടാമത്തെ നിർദ്ദേശമാണ് ടെന്റ് നിർമ്മിക്കാൻ. ടെന്റ് നിർമ്മിക്കുമ്പോൾ വളരെ മനോഹരവും വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിക്കാം. മാത്രല്ല നമ്മളുടെ കൾച്ചറിനും അതേപോലെ തന്നെ നമ്മളുടെ ക്ലൈമറ്റ് കണ്ടീഷനും അനുസൃതമായിട്ടായിരിക്കണം. ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടും നമ്മുടെ കൾച്ചറിന് അനുയോജ്യമായിട്ട് വേണം ടെന്റ് നിർമ്മിക്കാൻ എന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ്. എന്താണ് സ്റ്റാൻഡേർഡ്? മാനദണ്ഡങ്ങൾ. മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഷെൽട്ടർ പ്രൊവിഷൻ ആർ ഗിവൺ അണ്ടർ സ്പെയർ പ്രൊജക്ട് ആൻഡ് ആർ അക്സെപ്റ്റഡ് അറൌണ്ട് ദ വേൾഡ്. അതായത് നമുക്കറിയാം ഇവിടെ കുറഞ്ഞ മാനദണ്ഡങ്ങൾ, ഒരു ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം സ്റ്റാൻഡേർഡ്, കുറഞ്ഞ മാനദണ്ഡമെങ്കിലും പാലിക്കപ്പെടണം എന്നാ പറയുന്നത്. നമ്മള് ഒരു ഷെൽട്ടർ നിർമ്മിക്കുകയാണെങ്കിൽ, ഒരു സ്പെയർ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും കുറച്ച് മാനദണ്ഡമെങ്കിലും പാലിക്കപ്പെടണം. എങ്ങനെയാണ്? This should be adhered to and adapted where there is a need for modification. മാറ്റങ്ങൾ ആവശ്യമുള്ളിടത്ത് അവ പാലിക്കുകയും പൊരുത്തപ്പെടുകയും വേണം. മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. അതേപോലെ തന്നെ the basic principle of the standard should be ensured in all temporary shelter programs. മാത്രല്ല എല്ലാ താൽക്കാലിക ഷെൽട്ടർ പ്രോഗ്രാമുകളിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഉറപ്പാക്കണം. എല്ലാ താൽക്കാലിക ഷെൽട്ടർ പ്രോഗ്രാമുകളിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഉറപ്പാക്കുകയും വേണം. അതാണ് സ്റ്റാൻഡേർഡ്. അടുത്ത പോയിന്റാണ് ലൊക്കേഷൻ ഓഫ് ടെന്റ്സ്. കൂടാരങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കൽ. Where possible, family should be allowed to take a tent and put it near their house rather than on a centralized ക്യാമ്പ് സൈറ്റ്. സാധ്യമാകുന്നിടത്തെല്ലാം കുടുംബങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത ക്യാമ്പ് സെറ്റ് താമസിക്കുന്നതിന് പകരം ഒരു ടെന്റ് എടുത്ത് വീടിനടുത്ത് സ്ഥാപിക്കാൻ അനുവദിക്കണം. ഇപ്പൊ സാധ്യമാകുന്നിടത്തെല്ലാം കുടുംബങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത ക്യാമ്പ് സെറ്റിൽ താമസിക്കുന്നതിന് പകരം, ക്യാമ്പ് സെറ്റ് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒന്നിച്ച ആളുകൾ ക്യാമ്പിലേക്ക് മാറും, അതിനെയാണ് ക്യാമ്പ് സെറ്റ് പറയാ. വെള്ളപ്പൊക്കോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ ക്യാമ്പിൽ പോയിട്ടാ താമസിക്കുക. അതിന് പകരം എന്ത് നിർമ്മിക്കണം എന്നാ പറയുന്നത്? കൂടാരങ്ങൾ അഡീഷണൽ ആയിട്ട് നിർമ്മിക്കുക. അങ്ങനെ കൂടാരങ്ങള്
അഡീഷണൽ ആയിട്ട് നിർമ്മിക്കുമ്പോൾ വീടിനടുത്ത് സ്ഥാപിക്കാൻ അനുവദിക്കണം. ഇതിനുള്ള കാരണങ്ങൾ വ്യക്തമാണ്. ഗ്രാമപ്രദേശങ്ങളെ വളർത്തുമൃഗങ്ങളുടെ മികച്ച പരിചരണം, അവരുടെ വാസസ്ഥലങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ വീടിനടുത്ത് എപ്പോഴും ഒരു ടെന്റ് പണിത് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരേനെ അതിൽ തന്നെ നിർത്തി നമുക്ക് അവരേനെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിനൊക്കെ സൗകര്യമാണ്. അതുകൊണ്ടാണ് ടെന്റുകൾ നിർമ്മിക്കണം. ലൊക്കേഷൻ ഓഫ് ടെന്റ്, അതായത് കൂടാരങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ കൂടാരങ്ങൾ പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടെന്റ് പണിയാനുള്ള കാരണം തന്നെ എന്താ, നമ്മളെ വീട് വാസയോഗ്യമല്ലാതാവുമ്പോഴാണ്. അപ്പൊ നമ്മൾ വാസയോഗ്യമായ ഒരു പ്രദേശത്തെ ചെയ്യാൻ പാടൂ. കുന്നിന്റെ അടിയിൽ തന്നെ പോയിട്ട് ടെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുകൊണ്ട് ടെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് പറയണത്. ഷെൽട്ടർ മെറ്റീരിയലുകൾ. ഷെൽട്ടർ മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസീസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ട് ഷെൽട്ടർ മെറ്റീരിയൽ സച്ച് ആസ്. എന്തൊക്കെയാണ് നമ്മളുടെ ഷെൽട്ടർ മെറ്റീരിയലുകളായിട്ട് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, ഒരു പക്ഷെ ഏറ്റവും നല്ല ഇനം പുതപ്പുകൾ പോലെയുള്ള ഷെൽട്ടർ മെറ്റീരിയലുകൾ വിതരണം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനം. പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസി ടു ഡിസ്ട്രിബ്യൂട്ട് ഷെൽട്ടർ മെറ്റീരിയൽ സച്ച് ആസ് ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് പോലെയുള്ള മികച്ച ഇനം ഷെൽട്ടർ മെറ്റീരിയലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. മാത്രല്ല റൂഫിങ്, ഷീറ്റിങ്, പ്ലാസ്റ്റിക് ഷീറ്റിങ്, ലെങ്ത് പ്ലാന്റ്, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഷെൽട്ടർ മെറ്റീരിയൽ. നമുക്കറിയാം, നമ്മള് ഒരു താൽക്കാലിക വീട് പണിയുമ്പോഴും അത് പെട്ടെന്ന് പൊട്ടിച്ചാടാത്ത വിധത്തിലുള്ള റൂഫിങ്ങും ഷീറ്റിങ്ങും പ്ലാസ്റ്റിക് ഷീറ്റിങ്ങും അതേപോലെ പ്ലാന്റ് ടിമ്പറും ബിൽഡിംഗ് ടൂളും വയറും റോപ്പും നെയിൽസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാന്നാ പറയുന്നത്? ഷെൽട്ടർ മെറ്റീരിയൽ. അത്തരത്തിലുള്ള പെട്ടെന്ന് കേടുപാട് സംഭവിക്കാത്തൊരു സൗകര്യം ഒരുക്കുന്ന ഒരു ഷെൽട്ടർ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഷെൽട്ടർ ഫോർ ഫാമിലി വിത്ത് ഡാമേജ്ഡ് ഡ്വെല്ലിങ്സ്. അതായത് എന്താണ് പറയുന്നത്? കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള വീടുകളിലെ കുടുംബങ്ങൾക്കുള്ള അഭയം. ഷെൽട്ടർ ഫോർ ഫാമിലി വിത്ത് ഡാമേജ്ഡ് ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞ വാസസ്ഥലങ്ങൾ, കേടുപാട് സംഭവിച്ച വാസസ്ഥലങ്ങളിലെ ഫാമിലികൾക്കുള്ള അഭയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ഷോക്ക് ക്യാൻ ബ്രിങ് ഡൗൺ ഡാമേജ്ഡ് ബട്ട് സ്റ്റാൻഡിംഗ് ഹൗസസ്. Therefore such family need to be advised to sleep outside their homes in tents or improvised shelters even if they spend time in the day in their homes. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഘടനാപരമായിട്ട് നമുക്കറിയാം ഷെൽട്ടർ ഫ്രം ഫാമിലി വിത്ത് ഡാമേജ്ഡ് ഡ്വെല്ലിങ്സ് എന്ന് പറയുമ്പോൾ ഭൂചലനങ്ങൾ മൂലം കേടുപാടുകൾ സംഭവിച്ചതും നിലത്ത് നിൽക്കുന്ന വീടുകൾ, അത്തരത്തിലുള്ള വീടുകൾ ആയതിനാൽ അത്തരം കുടുംബങ്ങളെ എന്ത് ചെയ്യണം? മറ്റു വീടുകളിലേക്ക്, പുറത്തുള്ള മറ്റു ടെന്റുകളിലേക്കോ അവരേനെ മെച്ചപ്പെട്ട ഷെൽട്ടറിലേക്ക് നീക്കം ചെയ്യാൻ സാധ്യമാകണം. അതായത് കേടുപാടുകൾ സംഭവിച്ച വീടുകളിൽ താമസിക്കുന്നവര് ഫാമിലി ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ടെന്റുകളിലേക്കോ അതല്ലെങ്കിലും പുറത്തുള്ള മറ്റു കുടുംബക്കാരുടെ വീടുകളിലേക്കോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ വീട്ടിലേക്ക് അവരേനെ മാറ്റാനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ്, പ്രാദേശിക ഉപദേശ കേന്ദ്രങ്ങൾ. Repairs begin immediately regardless of whether or not the government seek to stop process until structural safety survey have been undertaken. ഘടനാപരമായ സുരക്ഷാ സർവേകൾ നടത്തുന്നത് വരെ സർക്കാർ പ്രക്രിയ നിർത്താൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉടനെ ആരംഭിക്കും. വാളണ്ടിയർമാർ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, മറ്റു നിർമ്മാതാക്കൾ എന്നിവരടങ്ങുന്ന ചെറിയ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോക്കൽ അഡ്വൈസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. റിപ്പയർസ് ബിഗൈൻ ഇമ്മീഡിയറ്റ്ലി. റിപ്പയർ, നമ്മളൊരു വീട് കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിണ്ട് കയറി നിൽക്കുന്ന ഒരു വീടാ വിചാരിക്കുക. ആ വീട്ടിൽ നമ്മൾ പോയിട്ട് പിന്നീട് താമസിക്കരുത്, അത് ഡേഞ്ചറാണ്. അപ്പോൾ ഗവൺമെന്റ്
കേടുപാടുകൾ തീർക്കുന്നത് വരെ ഇമീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റ് ആ കേടുപാട് തീർക്കുന്നത് വരെ ആരേനൊക്കെ വിളിച്ച് പരിശോധിപ്പിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ടീമുകളെ വിളിച്ചിട്ടാണ്? വളണ്ടിയർമാരേനെയും എഞ്ചിനീയർമാരേനെയും ആർക്കിടെക്റ്റുകളെയും അതേ നിർമ്മാതാക്കൾ തുടങ്ങി എന്നിവരടങ്ങുന്ന ചെറിയ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് താമസയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ വീടുകൾ ഏതെങ്കിലും തരത്തില് തകർന്നു നിൽക്കുകയാണെങ്കിൽ വീണ്ടും മഴ പോയി കഴിഞ്ഞാൽ അതിൽ പോയി താമസിക്കല്ല വേണ്ട. ഭൂമികുലുക്കാണെങ്കിൽ ഭൂമികുലുക്കം മാറിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ പോയി താമസിക്കരുത്. അത് അതിൻ്റെതായിട്ടുള്ള ആളുകളെ വിളിച്ച് നോക്കി വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ചിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം അവിടെ താമസിക്കാൻ. 8ാമത്തെ പോയിന്റ് ആണ് ട്രാൻസിഷൻ ഹൗസിംഗ്. ട്രാൻസിഷൻ ഹൗസിംഗ് An effective strategy is to seek to help families to create a transitional dwelling that will eventually develop into permanent dwelling. കുടുംബങ്ങൾക്ക് സ്ഥിരമായ ഒരു താമസ സ്ഥലം സൃഷ്ടിക്കാൻ സഹായിക്കുക എന്നാണ് ഫലപ്രദമായ ഒരു തന്ത്രം. An effective strategy is to seek to help families to create transitional dwelling that will eventually develop into a permanent dwelling. കുടുംബങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വാസസ്ഥാനം സൃഷ്ടിക്കാൻ കഴിയുക എന്നതാണ് ഏതിന്റെ തന്ത്രം? ഫലപ്രദമായിട്ടുള്ള ട്രാൻസിഷൻ ഹൗസിംഗിന്റെ തന്ത്രം. ആൻഡ് ദെൻ ദിസ് ഈസ് എ പ്രിഫറബിൾ അപ്രോച്ച് ടു പ്രൊവൈഡിങ് എക്സ്പെൻസീവ് റീഹാബ്സ് ദാറ്റ് will later be replaced by another permanent home. അതേപോലെ തന്നെ മറ്റൊരു സ്ഥിരമായ വീട് സ്ഥാപിക്കുന്നതിനായി ചെലവേറിയ പുനരധിവാസം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇത് അഭികാമ്യമായ ഒരു സമീപനമാണ്. അപ്പോ മറ്റൊരു വീട് നിർമ്മിക്കുന്നത് വരെ ആളുകളെ ഫലപ്രദമായ രീതിയിൽ വേറൊരു സൗകര്യപ്രദമുള്ള വീട്ടിലേക്ക് മാറ്റുക എന്നതാണ് ട്രാൻസിഷൻ ഹൗസിംഗ്. ഡെബറീസ് എന്ന് പറഞ്ഞാൽ നാശനഷ്ടം എന്നാണ്. നാശനഷ്ടം അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയും. In many disaster situations, there is often large-scale destruction of building debris during clearing and recovery process. അതായത് പല ദുരന്ത സാഹചര്യങ്ങളിലും വൃത്തിയാക്കലും വീണ്ടെടുക്കൽ പ്രക്രിയകൾ നമുക്കറിയാം. ഭൂമികുലുക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു കിടക്കുകയായിരിക്കും കൂമ്പാരായിട്ട്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ അടിഞ്ഞ് ചെളിയൊക്കെ നിറഞ്ഞ് അത്രയും ഡേർട്ടി പ്ലേസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്തരം അവശിഷ്ടങ്ങളെ ക്ലിയർ ചെയ്യുക, റിക്കവർ പ്രോസസ്സ്, അതിനൊക്കെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യുന്നതിനും റിക്കവർ ആക്കുന്നതിനും വേണ്ടി ശ്രമിക്കണം. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെബറീസ്. അതായത് പല സാഹചര്യങ്ങളിലും ഈ ബിൽഡിങ്ങുകളും ഒക്കെ തകർന്നു കഴിഞ്ഞാൽ അത്തരം അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യുകയും അതിൽ നിന്നും അവയെ മോചിപ്പിക്കുകയും ചെയ്യുക. മാത്രല്ല vital timer masonry debris is destroyed in the process. ഈ പ്രക്രിയയിൽ സുപ്രധാനമായ തടികളും കൊത്തുപണി അവശിഷ്ടങ്ങളും നശിക്കപ്പെടുന്നു. ശരിയാണല്ലേ? Metal timber and masonry debris is destroyed in the process. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളെ, കൊത്തുപണികളെ, നല്ല വിലപിടിപ്പുള്ള മരങ്ങളൊക്കെ ഈ ഒരു അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യപ്പെടും? നശിക്കപ്പെടാൻ കാരണമാകാറുണ്ട്. മാത്രല്ല പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കളക്ട് യൂസ്ഫുൾ ബിൽഡിംഗ് ഡെബറി ഫോർ റീസൈക്ലിംഗ് പർപ്പസ്. പുനരുപയോഗ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്രദമായ രീതിയിൽ അവശിഷ്ടങ്ങൾ ശേഖരിക്കേണ്ടതാണ്. റീസൈക്ലിംഗ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അപ്പൊ അവശിഷ്ടങ്ങൾ ഇപ്പൊ ഒരു കെട്ടിടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തകർന്നു കഴിഞ്ഞാല് അത് ഓരോന്നും മെല്ലെ സാവധാനം എടുത്തു മാറ്റണം. അത് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം എന്ന രീതിയിൽ വേണം അത് ക്ലീൻ ചെയ്യാൻ. അതല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും റീസൈക്ലിംഗ് ആയിട്ട് വീണ്ടും അത് പുനരുപയോഗത്തിന് സഹായിക്കും. അടുത്തതാണ് ഷെൽട്ടർ യൂണിറ്റ്. എന്താണ് ഷെൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? Each disaster will attract community interpaid inventors or
commercial opportunities who seek to convince officials to place big order for their novel creation made of cardboard, plastic, polythene. ഓരോ ദുരന്തവും ധീരമായ കണ്ടുപിടുത്തരുടെയോ വാണിജ്യ അവസരവാദികളുടെയോ ഒരു സമൂഹത്തെ ആകർഷിക്കും. അവർ കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, പോളിത്തീൻ മുതലായവ ഉപയോഗിച്ച് നിർമ്മിച്ച തങ്ങളുടെ നൂതന സൃഷ്ടികൾ എന്ത് ചെയ്യും? വലിയ അത്തരത്തിലുള്ള സൃഷ്ടികളൊക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് വലിയ ഇത് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അതായത് നമുക്കറിയാം ഷെൽട്ടർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടും കാർഡ്ബോർഡ് കൊണ്ടും പോളിത്തീൻ കൊണ്ടൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള വീടുകള് പ്ലാസ്റ്റിക് കൊണ്ടും അതേപോലെ തന്നെ ഷെൽട്ടർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതായത് ഓരോ ദുരന്തവും ധീരമായ കണ്ടുപിടുത്തമോ വാണിജ്യ അവസരവാദികളുടെ ഒരു സമൂഹത്തെ ആകർഷിക്കും. അവർ കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, പോളിത്തീൻ മുതലായ ഉപയോഗിച്ച് നിർമ്മിച്ച തങ്ങളുടെ നൂതന സൃഷ്ടികൾക്ക് വലിയ ഓർഡറുകൾ നൽകാൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഓരോ ദുരന്തവും ധീരമായ കണ്ടുപിടുത്തങ്ങളുടെയോ വാണിജ്യ അവസരവാദികളുടെയോ ഒരു സമൂഹത്തെ ആകർഷിക്കും. അവർ കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, പോളിത്തീൻ മുതലായ ഉപയോഗിച്ച് നിർമ്മിച്ച തങ്ങളുടെ നൂതന സൃഷ്ടികൾ വലിയ ഓർഡറുകൾ നൽകാൻ ആരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും? ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത്തരം ഡിസൈനുകൾ അടിസ്ഥാനപരമായി ഒരു പ്രശ്നം അന്വേഷിക്കുന്ന നൂതനമായ പരിഹാരങ്ങളാണ്. ടെന്റുകളുടെയോ ഷെൽട്ടർ മെറ്റീരിയലേക്കാട്ടിലും അവയ്ക്ക് പലപ്പോഴും വില കൂടുതലുമായിരിക്കും. അപ്പൊ ഈ ഷെൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടും കാർഡ്ബോർഡ് കൊണ്ടും പോളിത്തീൻ കൊണ്ടൊക്കെ ടെന്റുകൾ ഉണ്ടാക്കി അപ്പൊ അത്തരം ടെന്റുകൾ വാസയോഗ്യമാണ്, ഇത് നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആര് ശ്രമിക്കും? ഉണ്ടാക്കിയ ഉൽപ്പാദിപ്പിച്ച ആളുകൾ ശ്രമിക്കും. അത് പലതരത്തിലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് പ്രോബ്ലം സൃഷ്ടിക്കുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പൊ 2005 കാശ്മീർ ദുരന്തത്തെ തുടർന്ന് 10 കാര്യങ്ങളാണ് അന്ന് ശ്രദ്ധിക്കാൻ ആര് പറഞ്ഞത്? ഐവാൻ ഡേവിസ് പറഞ്ഞത് കേട്ടോ. 1. മോണിറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ. ടെന്റ്, സ്റ്റാൻഡേർഡ്, ലൊക്കേഷൻ ഓഫ് ടെന്റ്, ഷെൽട്ടർ മെറ്റീരിയൽ, ഷെൽട്ടർ ഫോർ ഫാമിലി ആൻഡ് ഡാമേജ്ഡ് ഡ്വെല്ലിംഗ്സ്, ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ്, ട്രാൻസിഷൻ ഹൗസിംഗ്, ഡേബറി, ഷെൽട്ടർ യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളുടെ പോയിന്റുകൾ നന്നായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോൾ 7ാമത്തെ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് റെസ്പോൺസ് മെക്കാനിസം. റെസ്പോൺസ് മെക്കാനിസം എന്താ? റെസ്പോൺസ് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം. അതിൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? രീതികൾ. അപ്പൊ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന രീതികൾ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെ സംഘടനകളാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട സംഘടനകളെ പോയിന്റ് ആക്കി എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 7 സംഘടനകളാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. ഉത്തരവാദിത്വത്തോടുകൂടി റെസ്പോൺസിബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന 7 സംഘടനകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് ദ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ദ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ NEOC എന്ന് പറയും. അപ്പൊ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ? എക്സാമിന് ഇതിന്റെയൊക്കെ ഷോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റെസ്പോൺസ് മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേരുകൾ മാത്രം എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോ റെസ്പോൺസ് മെക്കാനിസത്തിലെ പ്രധാനമായിട്ടും ഫസ്റ്റ് ഓർഗനൈസേഷൻ ആണ് നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ, NEOC, നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സെക്കൻഡ് വൺ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, SEOC, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, SEOC. തേർഡ് വൺ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, DEOC. ഈ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററില് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും, സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്.
എന്നാൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അതാത് ജില്ലയില് അത് ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിലായിരിക്കും, ഡിസ്ട്രിക്ട് ബേസ് ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോ റെസ്പോൺസ് മെക്കാനിസത്തില് നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ് MHA എന്ന് പറയും, മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ് NDRF. അടുത്തതാണ് ആംഡ് ഫോഴ്സസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ്, ആംഡ് ഫോഴ്സസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് CAPFS, ആൻഡ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA, ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇത്രയും ഓർഗനൈസേഷനുകളാണ് 1 2 3 4 5 6 7 പ്രധാനമായും 7 ഓർഗനൈസേഷനുകളാണ് ദുരന്ത നിവാരണ സേനയായിട്ട് അറിയപ്പെടുന്നത്. ദുരന്തത്തിന്റെ ആഘാതത്തിൽ ഓരോ ആളുകളെയും കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയും പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് ഇവിടെ എഴുതിയിട്ടുള്ള ഇവരെയാണ് റെസ്പോൺസ് മെക്കാനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. സെൻട്രൽ മിനിസ്റ്ററി ഫോർ കോർഡിനേഷൻ റെസ്പോൺസ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തത്തോടു കൂടിയും സഹകരണ മനോഭാവത്തോടു കൂടിയും സെൻട്രൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻസികളുടെ പേരുകളാണ് പറയുന്നത്. അതിൽ നമുക്ക് ഓരോ 15 പ്രോബ്ലങ്ങൾ ഉണ്ടാവണത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ 15 പ്രോബ്ലം ഉണ്ടാവുമ്പോഴും നമ്മളെ വിളിക്കേണ്ട ഏജൻസികൾ ഏതാന്നാ പറയണത്. ബയോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ, ജൈവശാസ്ത്രപരമായ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിളിക്കേണ്ട സ്കീമാണ് മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, MOHFW, മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിന്. അതായത് ബയോളജിക്കൽ പരമായിട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ഓർഗനൈസേഷൻ ആണ് ഏത്? മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എങ്കിൽ കെമിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്, കെമിക്കൽ ദുരന്തങ്ങളും രാസപദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലൂടെയൊക്കെ ഉണ്ടാകുന്ന കെമിക്കൽ ഡിസാസ്റ്റർ, രാസപദാർത്ഥങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത 2 വർഷം മുന്നേ ഡൽഹിയില് വലിയൊരു വ്യവസായശാലയിൽ നിന്നും രാസപദാർത്ഥം ചോർച്ച ഉണ്ടായി. അങ്ങനെ ചോർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ ചുറ്റളവില് ആളുകൾക്ക് അത് ശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ മരണപ്പെടാൻ കാരണമാകും. തൊട്ടിൽ കിടക്കുന്ന കുട്ടി വരെ മരണപ്പെട്ടു എന്ന് അന്നത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ വ്യവസായശാലകളിൽ നിന്നും ചോർച്ച ചെയ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ വ്യവസായശാലകളിൽ ആക്സിഡന്റ്, വലിയ വലിയ വ്യവസായശാലകളിൽ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണിത്. അപ്പോഴൊക്കെ നമ്മൾ വിളിക്കേണ്ട സംഘടന, ഓർഗനൈസേഷൻ ആരാണ്? മിനിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. മിനിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അവരുടെ ഡയറക്ഷനിലാണ് ഏത് ദുരന്തത്തെ ബേസ് ചെയ്യുന്നത്? കെമിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്. അപ്പോൾ കെമിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന ആരാ? മിനിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതേപോലെ സിവിൽ ഏവിയേഷൻ ആക്സിഡന്റ്, ഏവിയേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന ആക്സിഡന്റിനെ നമ്മൾ വിളിക്കുക മിനിസ്റ്ററി ഓഫ്, അതിന്റെ നിയന്ത്രണം ആരുടെ അടുത്താണ്? മിനിസ്റ്ററി ഓഫ് സിവിൽ ഏവിയേഷൻ, MOCA. സൈക്ലോൺ, അതേപോലെ തന്നെ സൈക്ലോണ്, ടൊർണാഡോ ആൻഡ് സുനാമി, ചുഴലിക്കാറ്റുകളും വലിയ സ്ഫോടനങ്ങളും അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, സുനാമി പോലെയുള്ള അത്തരത്തിലുള്ള കാറ്റുകള്. ഈ ടൊർണാഡോസ് എന്ന് പറഞ്ഞാലും കാറ്റ് തന്നെയാണ് കേട്ടോ. സൈക്ലോണ്,
ടൊർണാഡോ, സുനാമി ഇത്തരത്തിലൊക്കെ ഉള്ള നാച്ചുറൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ വിളിക്കാരാ? മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്, MHAനാണ്. MHA ആണ് അതിന്റെ നേതൃത്വം വഹിക്കുക. മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്. അടുത്തത് ഡിസാസ്റ്റർ ഇൻ മൈൻസ്. ഡിസാസ്റ്റർ ഇൻ മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈൻസ് പറഞ്ഞാൽ എന്താണ്? കോറികളുടെ ഒക്കെ അല്ലെ, കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കോറിയുടെ ഒക്കെ പ്രവർത്തനം, കല്ലൊക്കെ നമുക്ക് കല്ല് വെട്ടുന്ന സ്ഥലങ്ങളെ, മണ്ണെണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളെ, അതേപോലെ തന്നെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള കോറി പോലത്തെ ഒക്കെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഡിസാസ്റ്റർ അവിടെ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസാസ്റ്റർ ഇൻ മൈൻ എന്ന് പറയുക. അതിന്റെ നേതൃത്വ ചുമതല എന്ന് പറയുന്നത് ആർക്കാണ്? മിനിസ്റ്ററി ഓഫ് കോൾ, മിനിസ്റ്ററി ഓഫ് മൈൻ. മിനിസ്റ്ററി ഓഫ് കോളിനും മിനിസ്റ്ററി ഓഫ് മൈനിനുമാണ് അതിന്റെ ചുമതല. അടുത്തതാണ് ഡ്രോട്ട്, ഹെയിൽസ്ട്രോമ്, കോൾഡ് വേവ്, ഫോറസ്റ്റ്, പെസ്റ്റ്, അറ്റാക്ക്. എന്തൊക്കെ ഉണ്ടാവുമ്പോൾ? ഡ്രോട്ട് വരൾച്ച, ഹെയിൽസ്റ്റോമ്, കോൾഡ് വേവ്, ഫോറസ്റ്റ്, പെസ്റ്റ്, അറ്റാക്ക്. ഡ്രോട്ട് പറഞ്ഞാൽ വരൾച്ച, അതേപോലെ തന്നെ ഹെയിൽസ്ട്രോം, കോൾഡ് വേവ്, ഫോറസ്റ്റ്, പെസ്റ്റ് അറ്റാക്ക്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുന്നവരാരാണ്? മിനിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. അടുത്തതാണ് ഏഴാമത്തത് എർത്ത് കേക്ക്. ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്നവരാരാ? മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്, MHA ആണ് കേട്ടോ അതിന് നേതൃത്വം വഹിക്കുക. മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്. ഫ്ലഡ് ഉണ്ടാവുമ്പോൾ ആരാണ് നേതൃത്വം വഹിക്കുക? മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്. ഫോറസ്റ്റ് ഫയർ, ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞാൽ കാട്ടുതീ. കാട്ടുതീ ഉണ്ടാവുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുക ആരാണ്? മിനിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ലാൻഡ് സ്ലൈഡ് ആൻഡ് അവഞ്ചസ് ഉണ്ടാവുമ്പോൾ, മണ്ണിടിച്ചിലും അതേപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ആരാണ് അതിന് നേതൃത്വം വഹിക്കുക? മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്. ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ എമർജൻസി, ന്യൂക്ലിയർ പ്ലാന്റുകളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സ്, DAEMHA. ഓയിൽ സ്പില്ല്, ഓയിൽ സ്പില്ല് പറഞ്ഞാൽ എന്താ? എണ്ണച്ചോർച്ച. എണ്ണച്ചോർച്ച ഉണ്ടാവുമ്പോൾ, വാതക ചോർച്ച, ഓയിൽ പറഞ്ഞാൽ എണ്ണ, അതായത് പെട്രോളോ ഡീസലോ ഒക്കെ ചോർന്നു കഴിഞ്ഞാൽ അതിന് നേതൃത്വം വഹിക്കുന്ന സ്കീം ഏതാ? മിനിസ്റ്ററി ഓഫ് ഡിഫൻസ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. മിനിസ്റ്ററി ഓഫ് ഡിഫൻസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും, MOD ആൻഡ് ICG. റെയിൽ ആക്സിഡന്റ്, റെയിൽ ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ആരാണ് അതിന് നേതൃത്വം വഹിക്കുക? മിനിസ്റ്ററി ഓഫ് റെയിൽവേ. റെയിൽവേ ദുരന്തങ്ങൾ അല്ലെ, തീവണ്ടികള് പാളം തെറ്റി വീഴുക, അതേപോലെ തന്നെ തീവണ്ടികളിൽ ആരെങ്കിലും ബോംബൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ഫോടനം ഉണ്ടാവുക, അതിന് റെയിൽ ആക്സിഡന്റ് ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് നമുക്ക് ഓരോ വർഷവും. അപ്പോഴൊക്കെ നേതൃത്വം വഹിക്കുന്നത് ആരാണ്? മിനിസ്റ്ററി ഓഫ് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ ആണ് അതിന്റെ മിനിസ്റ്ററി ഓഫ് റെയിൽവേ ആണ് അതിന് നേതൃത്വ സ്ഥാനം കൊടുക്കുന്നത്. അതായത് റെയിൽവേ മന്ത്രിയും മന്ത്രിമാരടക്കമുള്ള അതിന്റെ കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിന് നേതൃത്വ സ്ഥാനം കൊടുക്കുക. റോഡ് ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റിന് ആരാ ചുമതല? മിനിസ്റ്ററി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, MORTH നാണ് അതിന്റെ ചുമതല. അർബൻ ഫ്ലഡ്, നഗരമേഖലയിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആരാണ് അതിന്റെ ചുമതല കൊടുക്കുന്നത്? മിനിസ്റ്ററി ഓഫ് അർബൻ ഡെവലപ്മെന്റ്. അപ്പൊ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ ചോദ്യം വരിക ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ഈ സൈഡിലുള്ളത് തരും. അപ്പൊ അതിന് നേതൃത്വം വഹിക്കുന്നവരത് ഇത് നിങ്ങൾ എഴുതേണ്ടി വരും. ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ടാവും ക്വസ്റ്റ്യൻ വരിക, അപ്പൊ രണ്ടും എഴുതണം. ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ഓർഗനൈസേഷൻ തരും, ആ ഓരോ ഓർഗനൈസേഷൻ വഹിക്കുന്ന ഏതൊക്കെ ദുരന്തങ്ങളിലാണ് അവര് നേതൃത്വം വഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടി വരും. അപ്പൊ അത്തരം രീതിയിലൊക്കെ ആയിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ കുട്ടികളെ, ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിക്കൂ. NDMA ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 the major task of response given in the responsibility matrix. NDMA പറഞ്ഞാൽ എന്താ? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി. അതാണ് NDMA. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2016 രൂപം കൊടുത്ത
ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് NDMA. ആ NDMA പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ആളുകളെ റിക്കവർ ചെയ്യുന്നതിനും ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന, ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി. അത് 2016 അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതിന്റെ റെസ്പോൺസിബിലിറ്റികൾ എന്തൊക്കെയെന്നാണ് ഇനി പറയുന്നത്. NDMAയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഏകദേശം 18 ഉത്തരവാദിത്തങ്ങളുണ്ട് NDMAക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസിയാണ് NDMA. ഫസ്റ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏർലി വാർണിങ്സ്. എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോൾ വാർണിങ്, മുന്നറിയിപ്പ് കൊടുക്കുക. മാപ്പ് തയ്യാറാക്കുക, റൂട്ട് തയ്യാറാക്കുക. സാറ്റലൈറ്റ്, അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഇൻപുട്ട്, ഇൻഫർമേഷൻ ഡെസിമിനേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഏതൊക്കെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്? വാർണിങ്സ് കൊടുക്കുന്നുണ്ട്, മാപ്പ് തയ്യാറാക്കുന്നുണ്ട്, സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് NDMAയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇവാക്വേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽ. അതേപോലെ തന്നെ ഇവാക്വേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽ എന്ന് പറയുമ്പോൾ ആനിമൽസിനെയും ജനങ്ങളെയും എന്ത് ചെയ്യുക? ഒഴിപ്പിക്കുക. ദുരന്തമുഖങ്ങളിൽ നിന്നും ആളുകളെയും ഒഴിപ്പിക്കുക. ആനിമൽസിനെയും വളർത്തുമൃഗങ്ങളെയും അതേപോലെ തന്നെ ജനങ്ങളെയും ഒഴിപ്പിക്കുക എന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? NDMAയുടെ ഉത്തരവാദിത്തമാണ്. തേർഡ് പോയിന്റ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽ. അതേപോലെ തന്നെ പീപ്പിൾസിനും ആനിമൽസിനും എന്ത് കൊടുക്കുക? സെർച്ച് ആൻഡ് റെസ്ക്യൂ. അവരെ കണ്ടെത്തുന്നതിനും റെസ്ക്യൂ നൽകുന്നതിനൊക്കെ വേണ്ടി നേതൃത്വം വഹിക്കുന്നുണ്ട് ആര്? NDMAയുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ് മെഡിക്കൽ കെയർ. എന്താ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരോഗ്യപരമായ സംരക്ഷണം നൽകുക. ദുരന്തമുഖങ്ങളിലുള്ള ആളുകൾക്ക് അസുഖങ്ങളും മറ്റ് എന്തെങ്കിലും അസുഖ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും NDMAക്കാണുള്ളത്. അതാണ് മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഡ്രിങ്കിങ് വാട്ടർ, ഡീവാട്ടറിംഗ് പമ്പ്സ്, സാനിറ്റേഷൻ ഫെസിലിറ്റി, പബ്ലിക് ഹെൽത്ത്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ കുടിക്കാനുള്ള വെള്ളം, ഡീവാട്ടറിംഗ് പമ്പ്, വെള്ളം പമ്പ് വഴി എത്തിക്കാനുള്ള സൗകര്യം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, പബ്ലിക് ഹെൽത്ത്, പൊതു ആരോഗ്യം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി. 2016 ഈ ഒരു ഏജൻസി ഗവൺമെന്റ് തലത്തിൽ രൂപീകൃതമായത്. അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. 5ാമത്തെ ഉത്തരവാദിത്തമാണ് ഡ്രിങ്കിങ് വാട്ടർ, ഡീവാട്ടറിംഗ് പമ്പ്സ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, പബ്ലിക് ഹെൽത്ത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫുഡ് ആൻഡ് എസെൻഷ്യൽ സപ്ലൈസ്. ഫുഡും മറ്റ് കാര്യങ്ങളുടെയും വിതരണം. കമ്മ്യൂണിക്കേഷൻ, ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ കാരണം ഈ ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ആളുകൾ പേടിച്ച് അത്രയും ഇതായി നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ ഷോക്കിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അവർക്ക് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട എല്ലാവിധ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നൽകുന്നതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? NDMAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾക്കറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ വയനാട് ദുരന്തത്തിലൊക്കെ എത്രയോ ആളുകൾ മെന്റൽ പ്രോബ്ലം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം ഷോക്ക്, അത്ര വലിയൊരു ഷോക്കാണ് അവരിൽ ഏറ്റിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഷോക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുമായി കമ്മ്യൂണിക്കേഷൻ, അതിനൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വേണ്ടത്. ആളുകളുമായി ഇടപഴകുന്നതിനും അവരുമായി സംസാരിക്കുന്നതിനൊക്കെ ഉള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതേപോലെ ഹൗസിംഗ് ആൻഡ് ടെമ്പററി ഷെൽറ്റേഴ്സ്, താൽക്കാലികമായിട്ടുള്ള ഷെൽറ്ററും അതേപോലെ ഹൗസിംഗ് നിർമ്മിച്ചു കൊടുക്കുക. പവർ, അതേപോലെ ശക്തിയാണ് ഇലക്ട്രിസിറ്റി, അതാണ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂള്, ട്രാൻസ്പോർട്ടേഷൻ, റിലീഫ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിസ്പോസൽ ഓഫ് ആനിമൽ ക്രാക്കേഴ്സസ്, ആനിമൽ
അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ആനിമൽ കെയർ കേസസ് എന്ന് പറഞ്ഞാൽ എന്താ, ആനിമലിന്റെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന മരണം, ഡെത്ത്. അപ്പൊ അത് ഒഴിവാക്കുക. ഡിസ്പോസൽ ഓഫ് ആനിമൽ, അതായത് ഡിസ്പോസൽ ഓഫ് ആനിമൽ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനിമൽസിൻ, ഇവിടെ രണ്ട് രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഡിസ്പോസൽ ചെയ്യാൻ ഒഴിവാക്കുക, ആനിമൽ കേസസ് എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ മരണം. അപ്പൊ ചില രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ഇന്ന് പല ആനിമൽസും ഇന്ന് മൃഗങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. അപ്പൊ അവയുടെ ഡെത്ത്നെസ് ഒഴിവാക്കാൻ ശ്രമിക്കാം, അതേപോലെ അവ മൂലമുണ്ടാകുന്ന ഡെത്ത്നെസ്സും ഒഴിവാക്കാൻ ശ്രമിക്കാം. അതും രണ്ട് രീതിയിൽ നമുക്ക് ഈ പോയിന്റിനെ കാണാം കേട്ടോ. ഏതിനെ? ആനിമൽ ക്രക്കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രക്കേസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം അഥവാ ശവം എന്നൊക്കെയാണ് പറയുക. ഡിസ്പോസൽ പറഞ്ഞാൽ ഒഴിവാക്കുക. അപ്പൊ ആനിമൽസ് മൂലം ഉണ്ടാകുന്ന മരണവും ആനിമലിന്റെ മരണവും ഒഴിവാക്കാം. അതും ആരുടെ ഉത്തരവാദിത്തമാണ്? NDMA. ഫോർഡർ ഫോർ ലൈഫ് സ്റ്റോക്ക് സെക്യൂരിറ്റി ഹിറ്റ് ഏരിയ. അതേപോലെ തന്നെ പിന്നെന്താണ്, സെക്യൂരിറ്റി നൽകുക. ഓരോ ആളുകൾ ഇപ്പൊ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, ദുരന്ത മുഖങ്ങളിൽ ഒരുപാട് ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അതേപോലെ റീഹാബിറ്റേഷൻ ആൻഡ് എൻഷുറിങ് സേഫ്റ്റി ഓഫ് ലീവ് സ്റ്റോക്ക് ആൻഡ് അതർ ആനിമൽ വെഞ്ചറിങ് കെയർ. അതേപോലെ റീഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരധിവാസം. സേഫ്റ്റി പറഞ്ഞാൽ എന്താണ്? നല്ല സുരക്ഷിതമായിട്ട് പുനരധിവാസം ഉറപ്പുവരുത്തുക. റീഹാബിറ്റേഷൻ ആൻഡ് എൻഷുറിങ് സേഫ്റ്റി പറഞ്ഞാൽ സുരക്ഷിതമായി, എൻഷുറിങ് പറഞ്ഞാൽ ഉറപ്പ് നൽകുന്നു. എന്ത്? റീഹാബിറ്റേഷൻ. അപ്പൊ പുനരധിവാസം, ആളുകളുടെ പുനരധിവാസം സുരക്ഷിതമായി ഉറപ്പു നൽകുകയും മാത്രമല്ല, ആനിമൽസിൽ നിന്നും വെറ്റർനറി കെയർ, ആനിമൽസിൽ നിന്നും ജനങ്ങളെ സംരക്ഷണവും കൊടുക്കണം. നമുക്കറിയാം എത്രയോ മൃഗങ്ങളുടെ, കടുവയുടെയും ആനയുടെ ഒക്കെ ആക്രമണം കാരണം ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഓരോ വർഷവും കണക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആണ് ഈ മൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ആനിമൽസിന്റെ അറ്റാക്കിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ വേണം അവരെ റീഹാബിറ്റേഷൻ ചെയ്യാൻ, പുനരധിവസിപ്പിക്കാൻ. അപ്പൊ പുനരധിവാസം എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഉറപ്പുവരുത്തണം. അതെങ്ങനെ? സുരക്ഷിതമായി ഉറപ്പുവരുത്തണം. അതേപോലെ ഡാറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. പറഞ്ഞാൽ ഡാറ്റകൾ, അതായത് എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര ആളുകളുടെ ജീവനും സ്വത്തിനും നാശം സംഭവിച്ചു, എത്ര ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു, അത്തരത്തിലുള്ള ഡാറ്റകൾ കൃത്യമായി മാനേജ്മെന്റ് ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷമൊക്കെ എത്ര ആളുകളുടെ വീടാ നഷ്ടപ്പെട്ടെ, എത്ര ആളുകളാ മരിച്ചത്, ഒരു കുടുംബത്തിൽ എത്ര പേര് മരണപ്പെട്ടു, എത്ര ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു, എത്ര ആളുകളുടെ കെട്ടിടങ്ങൾ, അതേപോലെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, ഷോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്നിൻ്റെയും കണക്ക് ഗവൺമെന്റിന് കിട്ടണം. അപ്പൊ ഗവൺമെന്റിന് കിട്ടേണ്ട കണക്കുകൾ മാനേജ്മെന്റ് ചെയ്യുന്നതും ആരാണ്? NDMA ആണ്. നിങ്ങൾ കണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ കണക്കൊക്കെ മുഖ്യമന്ത്രി നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ആ പറഞ്ഞു തരണമെങ്കിൽ കണക്ക് ആരാ കൊടുക്കുക? NDMA കൊടുക്കണം. NDMA ആണ് അതിൻ്റെ വ്യക്തമായ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ മാനേജ്മെന്റിലൂടെ കണക്ക് കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള കണക്ക് പുറപ്പെടുവിക്കുന്നതൊക്കെ ആ ഡാറ്റ ശേഖരിക്കേണ്ട ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? NDMAക്കാണ് കേട്ടോ. ആൻഡ് റിലീഫ് എംപ്ലോയ്മെന്റ്, മീഡിയ റിലേഷൻ. റിലീഫ് എംപ്ലോയ്മെന്റും മീഡിയ റിലേഷൻ. നമുക്കറിയാം ഏത് ദുരന്തമുഖത്തും ഇന്ന് മീഡിയകളാണ് വളരെയധികം ബന്ധം പുലർത്തുന്നത്. ഒരു ദുരന്തം ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ആരുണ്ടാവുകൊണ്ടാ? സോഷ്യൽ മീഡിയയും മറ്റേ TV ചാനൽസുകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ മീഡിയയുടെ ബന്ധം ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി. 2016 ഇത് ഗവൺമെന്റ് തലത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ NDMAക്ക് 18 ഉത്തരവാദിത്തങ്ങളാണ് എടുത്തു പറയാനുള്ളതായിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കാ പഠിച്ചേ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ബേസിക് റിലീഫ് അറ്റംപ്റ്റ്, അതേപോലെ സ്റ്റെപ്പ് ഇൻ ഇവാക്വേഷൻ പ്രോസസ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ SAR,
അത് AR നമ്മളോട് എന്തൊക്കെ കിറ്റാണ് കയ്യിൽ വെക്കേണ്ടത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഷെൽറ്റർ പഠിച്ചു. അതേപോലെ 2005 കാശ്മീരിൽ എർത്ത് കേക്ക് ഉണ്ടായി. ആ എർത്ത് കേക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതേ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഐവാൻ ഡേവിസ് അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഐവാൻ ഡേവിസ് നമ്മളോട് 10 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ആ 10 പോയിന്റ്സുകൾ നമ്മൾ എടുത്തു. അതേപോലെ നമ്മൾ പിന്നെ പറഞ്ഞ കാര്യം റെസ്പോൺസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്. പിന്നെ സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഫോർ കോർഡിനേഷൻ ഓഫ് റെസ്പോൺസ് നാഷണൽ ലെവലിന്റെ ടേബിൾ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ NDMA റെസ്പോൺസിബിലിറ്റികൾ കൊടുത്തു. അപ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ ടച്ച് ചെയ്ത് പോണത്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ.